ആകപ്പാടൊരു ആശ്വാസം ഉടമ്പടിയിൽ എന്താണെന്ന് അറിയാമോ? ഉടമ്പടി ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ദൈവം ശ്രുതികട ഹല്ലേലൂയ ആരാധന ജീവൻ തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞേ, അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ ഒന്നിരി പറഞ്ഞേ, നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നണില്ലേ? ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടിയിലുള്ള നമ്മുടെ അവിശ്വസ്തതകളെ സാക്ഷികളാക്കി നിർത്തുന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം ദൈവപിതാവേ, നന്ദി. ഈ വചനത്തിൻ്റെ കൂടെയാണ് നമ്മൾ മത്തായി 24:12 കൂട്ടിവെക്കേണ്ടത്. എന്താണ്? അതായത് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോകും. ഇപ്പം എന്താ പറയണത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അതിൽ ഡ്രോ ചെയ്യുന്ന കൺക്ലൂഷൻസ് എന്താണ്? നമ്മൾ ദൈവസ്നേഹത്തിൽ തണുത്തു പോയാലും ദൈവത്തിന് തണുപ്പില്ല. ദൈവം ആദ്യം ഉണ്ടായിരുന്ന അതേ ചൂട് തന്നെ നമ്മളോട്, വിശ്വസ്ത തന്നെ നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കും. കൈയടിക്കട്ടെ. അത് കാരണം നമ്മളല്പം ഇങ്ങനെ ഫ്രീസായി പോയാലും ദൈവം ഫ്രീസാകത്തില്ല. ദൈവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും, നമ്മളിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പ്രസവം നിങ്ങൾക്ക് രോഗം ഉണ്ടായാൽ മതിയല്ല. നിങ്ങൾക്ക് രോഗം ഉണ്ടായാൽ തന്നെ നിങ്ങളത് ഡൗൺ ആവും ഉടനെ. ഇങ്ങനെ ഡൗൺ ആയാലും മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനെ തുടരുന്നത് കൊണ്ടാണ് അങ്ങനെ വരണത്. ഇപ്പം ഈ ഇവരുടെ കാര്യമില്ല. ആരാണ്? അനിത ബേബി തോമസ് അല്ലേ? അനിത ബേബി തോമസിൻ്റെ പ്രശ്നം എന്താണ്? അവർക്ക് മെഡിക്കലിൽ നിന്ന് കുഞ്ഞിനെ വേണ്ട. 9 വർഷമായിട്ടോ. ഒന്ന് ചിന്തിക്കണേ. ഒരു മോളെ കല്യാണം കഴിച്ചിട്ട് 9 വർഷമായി, മക്കളില്ല. പക്ഷെ ഒരേ ഒരു നിലപാടാണ്. എന്താണ്? എനിക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് മക്കളെ വേണ്ട. അങ്ങനെ വന്നാൽ അവൾ പറയണത് എൻ്റെ ഭർത്താവിനെ വിശ്വാസം വളർത്താൻ പറ്റത്തില്ലെന്ന്. എന്നാ സ്ത്രീകളായിപ്പോൾ ഉള്ളത്? അവർ പറയുന്നൊരു കാര്യമേ, മക്കളല്ല എനിക്ക് പ്രശ്നം. എന്താണ്? എനിക്ക് മക്കളെ വേണമെങ്കിൽ എൻ്റെ കർത്താവ് തന്നെ എനിക്ക് തരണം. അങ്ങനെ തന്നാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസത്തിൽ വളർത്താൻ പറ്റും. അപ്പോൾ ഈ ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരിയായിട്ട് ഭാര്യ മാറുന്നൊരു കാഴ്ചയില്ലേ? കൈയടിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരിയാകാൻ വേണ്ടി അവൾക്കൊരു കുഞ്ഞ് ലഭിക്കുന്ന പ്രധാന ഒരു സ്ത്രീയുടെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കുഞ്ഞെന്ന് പറയണത്. അത് ആ പുരുഷന്മാരെക്കാൾ അത്യാവശ്യമുള്ള സ്ത്രീകൾക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഏറ്റവും വലിയ ഒരു ആവശ്യം പോലും ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ വേണ്ടി അവൾ ദൈവത്തിലും തന്നെ കിട്ടണമെന്ന് ശാഠ്യം പിടിക്കുകയാണ്.
അവൾക്ക് വേണമെങ്കിൽ IVF പോകാം. ഡോക്ടർമാർ പലരും അവളോട് പറയുന്നുണ്ട്, എന്താണ് തള്ളേ, നിങ്ങളുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ വയസ്സായിട്ടാണ് കൊച്ചിനെ ജനിപ്പിക്കാൻ പോകണമെങ്കിൽ അതിന് 10-20 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് 70 വയസ്സാകും, വിട്ടിത്തരൊന്നും കാണിക്കേണ്ട, IVF ചെയ്യാൻ ഡോക്ടർ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ ഇവൾക്കത് ഇഷ്ടമല്ലാത്ത കാരണം ഭർത്താവ് ഇവളോട് യോജിക്കുകയാണ്. ഭർത്താവിന് ഇഷ്ടമുണ്ട് IVF പോകാൻ, കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നാണ് അയാളും പറയണത്. പക്ഷേ അത് ഇവളോട് പറയാനുള്ള ധൈര്യം പുള്ളിക്കില്ല. എന്താ കാര്യം? ഇവൾക്ക് അടുത്ത വിശ്വാസിയാണ്. ഇവൾക്ക് അടുത്ത വിശ്വാസിയായതുകൊണ്ട് നമുക്ക് IVF പോകാമെന്ന് പറയാൻ പറ്റണില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ അമ്മ ഉണ്ട്. അവിടെ അമ്മ പറയും, മകളെ, നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് മാതാവ് എന്നോട് പറഞ്ഞെന്ന് പറയും. അത് പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി 3 പുതുക്കി കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത കാരണം, പിന്നെ ഡോക്ടർ ഇങ്ങനെ IVF നിർബന്ധിക്കുന്ന കാരണം ഇവളൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇത്. അതായത് ഓരോ വിഷയങ്ങൾക്കാണെന്നേ ഉള്ളൂ, വ്യത്യസ്തമായ വിഷയങ്ങളെന്നേ ഉള്ളൂ. ഉടമ്പടി 3 പുതുക്കിയിട്ടും ഒരേ അടയാളം കിട്ടണില്ല. പക്ഷെ ഡോക്ടർ നിർബന്ധിക്കുന്ന IVF എടുക്കുക, പ്രായമാകുന്നില്ല എന്ന്. അപ്പോൾ ഇവള് ഉടമ്പടിയിൽ അല്പം ഒന്ന് പറഞ്ഞോളൂ തണുത്ത് കണ്ട. അങ്ങനെ ഡോക്ടർ നിർബന്ധിക്കുന്നു, ഹസ്ബൻഡ് നിർബന്ധിക്കുന്നു. ഇവളുടെ കോഴ്സിന് ഇവൾ മാത്രമേ ഉള്ളൂ, സപ്പോർട്ടില്ല. ഹസ്ബൻഡിന് സപ്പോർട്ടില്ല. സപ്പോർട്ട് എന്താണ് വെച്ചാൽ അയാൾക്ക് IVF എടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്, മെഡിക്കലിൽ പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഇവളുടെ നിലപാടിന് ഇവൾ മാത്രമേ സപ്പോർട്ടുള്ളൂ. പിന്നെ ദൈവവും, ആ ദൈവമാണെങ്കിൽ മിണ്ടണേ ഇല്ല. അതാണ് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന് ചില സമയത്ത് ദൈവം പോലും നമ്മളെ കൈവിട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഇതാണ് ഈ പ്രയോജനമുള്ള ദാസനെന്ന് പറയുന്നത്. കണ്ടാ, ഒരു വ്യക്തി ദൈവതിരുസന്നിധിയിൽ ഉടമ്പടി എടുത്ത് ഒറ്റക്കായി പോകണം കണ്ടില്ലേ, എന്നിട്ടും വിട്ടുകൊടുക്കത്തില്ല ഇവള്. പക്ഷെ ഒരു ദിവസം ഇവള് പൊട്ടിക്കരയും. പൊട്ടിക്കരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് പറയും, എടി പറയുകൊണ്ടൊന്നും നീ വിഷമിക്കരുത്, വിഷമൊക്കെ പറയണല്ല, ഒക്കെ പ്രായമാകുകയാണ്, വല്ലാത്ത ഒരു പോക്കാണ് ഈ പോണത്, നീ വിശ്വാസത്തിൻ്റെ ഒരു അന്ധതയിൽ പോകുന്നു, നമുക്ക് ആണെങ്കിൽ കുഞ്ഞിനെ കിട്ടണമില്ല, നമ്മുടെ പ്രായം വല്ലാത്ത രീതിയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദൈവം ഇവളെ കൈവിട്ടെന്ന് ഓർത്തുകൊണ്ട് ഇവളെ പൊട്ടിക്കരയും. എന്നിട്ട് ഇയാൾ പറയും, ചായ എനിക്ക് മെയ് മാസം വരെ ഒരു ഡേറ്റ് തരുമോ? ഇവൾക്ക് എഞ്ചണമുണ്ട്. അതായത് മെയ് മാസം മാതാവിൻ്റെ മാസമാണ്. ആ വിശ്വാസിയുടെ ജീവിതം അങ്ങനെയാണ്. വിശ്വാസിയുടെ ജീവിതമാണ്. അത് ബുദ്ധിയുടെയും യുക്തിയുടെയും ജീവിതമല്ലത്. മെയ് മാസം മാതാവിൻ്റെ മാസമാണ്. മെയ് മാസം കഴിയട്ടെ, മെയ് മാസം ഞാനും അമ്മയും തമ്മിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടും. അവരുടെ യാത്ര, വിശ്വാസ യാത്ര കണ്ടില്ലേ, ഭയങ്കരമാണ് വാസ്തവത്തിലെ. എന്നിട്ട് ഇവളെ പറയണത്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ എഡ്ജ്, നമ്മൾ ഉടമ്പടിയിൽ ഇങ്ങനെ തണുത്തു പോയാലും, ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്, ദൈവം തണുക്കത്തില്ല. കാര്യം എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായി തുടരുമെന്ന് വാഗ്ദാനം ഉണ്ടല്ലോ. അതുകൊണ്ട് ദൈവം തണുക്കത്തില്ല, നമ്മളാണ് തണുക്കണത്. ദൈവം തണുക്കാതെ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി, ദൈവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. പക്ഷേ ഇവൾക്ക് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഇവളുടെ അമ്മയോട് പറയും, എന്താണ്, 44 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകുക. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം കിട്ടിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് സോണി. ഇതെൻ്റെ 2 മക്കൾ മേബിൾ ആൻ.
ഞങ്ങൾ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പൂഴിത്തോട് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ഓഗസ്റ്റ് 12-നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾക്ക് ജർമ്മനിക്ക് വിസ കിട്ടുവാൻ വേണ്ടിയിട്ടായിരുന്നു. 1.5 വർഷമായിട്ട് മോള് ഉടമ്പടിയിലായിരുന്നു. അപ്പം എനിക്ക് ഉടമ്പടി എടുക്കാൻ തീരെ വയ്യാത്തൊരാളായിരുന്നു. കാരണം ഒരു 3 വർഷം മുമ്പ് ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതുപോലെ എനിക്ക് ഇടത് ഭാഗത്ത് എൻ്റെ ഇടതുവശം മുഴുവനായിട്ടും ഞരമ്പുകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ഫിസിയോതെറാപ്പി ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാലിന്, നടുവിന്, എൻ്റെ കഴുത്തിന്, അങ്ങനെ ഒത്തിരി ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു താമരശ്ശേരിയിൽ ഉള്ള ഒരു ഷൈനി. അവളാണ് എന്നെ ഒത്തിരി ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഒത്തിരി എന്നോട് പറയുമായിരുന്നു, എപ്പോഴും ഉടമ്പടി എടുത്താൽ നിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും, ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോഴും ഞാൻ പറയുന്നത് ഒന്ന് മാത്രമല്ലായിരുന്നു, എനിക്ക് ഉടമ്പടി എടുത്താൽ അത് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നില്ല, മോളുടെ കൂട്ടത്തിൽ നിന്ന് ഉടമ്പടി എടുത്തോളാം, ഉടമ്പടിയിൽ ജീവിച്ചോളാം എന്ന് മാത്രമായിരുന്നു. ഞാൻ എന്നും ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ മുടക്കിയിട്ടില്ല, എല്ലാ ദിവസവും ഉടമ്പടിയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം മോള് നിർബന്ധിച്ചു, എന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി അയച്ചു. ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ 3 ദിവസം മുമ്പാണ് എനിക്ക് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് കഴുത്തിൽ ബെൽറ്റ് ഇട്ടാൽ മതി, ഇനി അങ്ങോട്ടേക്ക് കുറച്ച് നാൾ ബെൽറ്റ് ഇടണം, എന്നാലേ കഴുത്തിൻ്റെ വേദന കുറയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബെൽറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആ ബെൽറ്റ് ഊരി എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ ഇവിടെ വന്ന് കയറി നിയോഗത്തിൽ ഞാൻ വെച്ചത്, ഞാൻ അപ്പോഴൊക്കെ കരയുമായിരുന്നു. കാരണം എനിക്ക് വേദനയാണ്, എനിക്ക് എൻ്റെ കഴുത്തിന് വേദന, എനിക്ക് ഇരിക്കത്തില്ല, നിൽക്കത്തില്ല, നടക്കത്തില്ല, ഒത്തിരി ബുദ്ധിമുട്ട്. ഞാൻ പള്ളിയിൽ പോയിട്ട് 3 വർഷത്തിലേറെയായിരുന്നു. മുട്ടുകുത്താൻ പറ്റിയില്ല, നടക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഞാനിവിടെ വന്ന് നിയോഗത്തിൽ പക്ഷേ ഞാൻ എൻ്റെ വേദനകളൊന്നും വെച്ചില്ല. കാരണം ഞാൻ മറന്നുപോയായിരുന്നു, വേദനയൊന്നും വെക്കാൻ ഞാൻ ഓർത്തില്ല. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മകളെങ്ങനെയെങ്കിലും ജർമ്മനിക്ക് പോകണം, അവൾക്ക് അവിടെ ഹൗസ് ബിൽഡിങ്ങിന് പഠിക്കാൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്നൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും ആദ്യം വെച്ച ഉടമ്പടി നിയോഗം, എൻ്റെ ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണം, അത് പാലിക്കാൻ സാധിക്കണം എന്നാണ്. രണ്ടാമത്തെ ഉടമ്പടി എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടും. എൻ്റെ വേദനകൾക്കൊന്നും ഞാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ചേച്ചി പറഞ്ഞു, എല്ലാ മാതാവ് കാണുന്നില്ലേ, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്നത് വരെ ഞാൻ വിചാരിച്ചു, ഞാൻ ഇരുന്ന വണ്ടിയുടെ ഒരു കംഫർട്ടബിൾ കൊണ്ടായിരിക്കും, എനിക്ക് വേദനയൊന്നും തോന്നിയില്ല. ഞാൻ ചേച്ചീനോട് പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, ഞാൻ ഏതായാലും സുഖമായിട്ട് വീട്ടിലെത്തിയെന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം മുതൽ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഉടമ്പടിയിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ് നമ്മൾ ഡെയിലി പള്ളിയിൽ പോകണം എന്നുള്ളത്. ഞായറാഴ്ച മാത്രം വല്ലപ്പോഴും പോയിക്കൊണ്ടിരുന്ന ഞാൻ അന്ന് മുതൽ ഡെയിലി പോകാൻ തുടങ്ങി. അപ്പം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്കിങ്ങനെ വേദനകളൊന്നും ഇല്ലല്ലോ, എൻ്റെ കഴുത്തിന് വേദനയില്ല, കാലിന് വേദനയില്ല, ഞാൻ നടന്നാണ് പള്ളിയിൽ പോയത്, തിരിച്ച് ഞാൻ നടന്നാണ് വന്നത്, എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എന്ന്. അന്ന് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്ന ആ സമയം എൻ്റെ വേദനകളെല്ലാം മാതാവ് ഒരു 90%, അതായത് തീർത്തും എടുത്ത് തന്നാൽ നമ്മൾ അഹങ്കാരികളായി പോകുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും, ഒരു 10% ചെറിയൊരു വേദന, ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും എനിക്ക് മാറ്റിത്തന്നു. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. അതുപോലെ ഞാൻ എല്ലാ ആഴ്ചയിലും കാരുണ്യ പ്രവർത്തികൾ, അതായത് ഭക്ഷണം കൊടുക്കാൻ പോകുന്നുണ്ട്, കൃപാസന പത്രം കൊടുക്കാൻ പോകുന്നുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തുകൂടെയൊക്കെ ഞാൻ എല്ലാ ദിവസവും കൊന്തയ്ക്ക് പോകും, രാവിലെ പള്ളിയിൽ പോയാലും വൈകുന്നേരം കൊന്തയ്ക്ക് പോകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. ബാക്കി പറയാൻ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് കൊടുക്കാം. എൻ്റെ പേര് മേബിൾ മാത്യു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഞാൻ ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി വെക്കുന്നത്. എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. വിസ എനിക്ക് ജർമ്മൻ ലാംഗ്വേജൊക്കെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് വിസ വെച്ചു. ആദ്യത്തെ വിസ റിജക്റ്റായി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഞാൻ അപ്പോൾ അമ്മയോട് കൂടെ പറഞ്ഞു, അമ്മയും കൂടെ വെക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥന തുടങ്ങി. ഞാൻ മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ പുതുക്കുന്നതിന് 10 ദിവസം മുന്നേ എനിക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. 29-ാം തീയതി ഞാൻ അവിടെ പോയി അപ്പോയിൻമെൻറ്റിന് വേണ്ടി പോയി. അവിടെ ചെന്നു. പാസ്പോർട്ടിൽ തൈലവും ഉപ്പും ഒക്കെ വിതറി ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള മെയിലോ കാര്യങ്ങളോ വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. കാരണം ആദ്യത്തെ തവണ ഒരു തവണ റിജക്റ്റ് ആയത് കാരണം.
അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയും മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കണം, എനിക്ക് വരുന്നില്ലല്ലോ, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നീയും പ്രാർത്ഥിക്കുമെന്ന്. അപ്പം ഡിസംബർ 2-ാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം വേണം, ഇത്തവണ എനിക്ക് മാതാവ് തരും, എനിക്കിതുകൊണ്ട് ജർമ്മനിക്ക് പോകാൻ പറ്റുമെന്നുള്ളൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അടയാളം തരുവാണെങ്കിൽ ഡിസംബർ 7-ാം തീയതി തന്നാൽ മതി എന്ന് പറഞ്ഞു മാതാവിനോട്. ഡിസംബർ 7-ാം തീയതി വരെ ഞങ്ങൾ മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി രാവിലെ എനിക്ക് മെയിൽ വന്നിട്ട് ജർമ്മനിയിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, വർക്ക് പെർമിറ്റ് ഒക്കെ സബ്മിറ്റഡ് ആയിട്ടുണ്ട്, വർക്ക് പെർമിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ എൻ്റെ കൂട്ടത്തിൽ തൃശ്ശൂരിൽ നിന്നൊരു കുട്ടി കൂടെ വരുന്നുണ്ട്, ആൻമരിയ. അവൾ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നിനക്ക് വിസ കിട്ടുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് കാരണം തന്നെ എനിക്ക് ഡിസംബർ 7 എന്ന് പറയുന്ന ദിവസം എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടൊരു ദിവസമാണ്. അതിനുശേഷം 13-ാം തീയതി ഞങ്ങൾ പത്രം വരുത്തി. ഞങ്ങൾക്ക് കൃപാസന പത്രം ഞങ്ങൾ വരുത്തുന്നതെന്ന് പറയുമ്പം ഉടമ്പടിയിൽ എടുക്കുന്ന 3 പത്രമല്ല, അതിനും കൂടുതൽ ഞങ്ങൾ പത്രം വരുത്താറുണ്ട്. അങ്ങനെ കൃപാസന പത്രം വരുത്തി. അത് 13-ാം തീയതി അമ്മ കൊണ്ടുപോയി ഹോസ്പിറ്റലിലും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും. അപ്പോൾ ഫുഡിൻ്റെ കൂട്ടത്തിൽ അമ്മ അത് കൊടുത്തു. അതിനുശേഷം ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പത്രം കൊടുക്കും. അങ്ങനെ അമ്മ കൊടുത്ത് തിരിച്ചു വന്നു. 15-ാം തീയതി ഞാൻ എൻ്റെ പത്രവും കൊണ്ട് ഇറങ്ങി. പത്രം എല്ലാം കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് കൊറിയർ ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പേടിയെന്ന് പറയാൻ പറ്റില്ല, കിട്ടുമോ ഇല്ലയോ എന്നൊരു ടെൻഷൻ, ചെറിയതായിട്ടൊരു ടെൻഷൻ വന്നു. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ പോയി മേടിക്കണം, എനിക്ക് പോകാൻ പറ്റത്തില്ല, അമ്മ തന്നെ പോയിട്ട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം അമ്മ പോകുന്നത് കാരണം ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, കൃപാസന പത്രം വായിച്ചു. വിസ എനിക്ക് 15-ാം തീയതി കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിസ കിട്ടുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന്. 16-ാം തീയതി ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. അതേപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവളുടെ ഡാൻസും കരാട്ടയൊക്കെ ചെയ്യുന്ന കാരണം അവൾക്ക് ഒരു തവണ കാലിനൊരു വേദന വന്നു. എന്നതാ പറ്റിയെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ ആദ്യം ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിരുമി കെട്ടാമെന്നൊക്കെ പറഞ്ഞു. 2 ആഴ്ച തിരുമി കെട്ടിയിട്ടും കൊച്ചിന് കാലിനൊരു വേദനയ്ക്ക് ഒരു മാറ്റവും വന്നില്ല. അപ്പം എക്സ്റേ എടുക്കാൻ പോയപ്പം പറഞ്ഞു അവളുടെ ഉപ്പൂച്ചീൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്പോട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, അത് കാരണമാണ് അങ്ങനെ വരുന്നത്. അത് ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തിരുമി കെട്ടിയോണ്ടോ ഒന്നും കാര്യമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, 1.5 മാസത്തേക്ക് പ്ലാസ്റ്റർ ഇട്ട് കാലനക്കാതെ വീട്ടിലിരിക്കാൻ പറഞ്ഞു. അപ്പം കൊച്ചിൻ്റെ ആദ്യ കുർബാനയോട് അടുപ്പിച്ച് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, കാരണം അവൾക്ക് അടുപ്പിച്ച് വീട്ടിൽ 1.5 മാസമൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വാ, അപ്പം പിന്നെ സ്റ്റഡിയിൽ ലീവാണല്ലോ 2 മാസത്തേക്ക്, അപ്പം വീട്ടിലിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പം അമ്മയും ഞാനും വിചാരിച്ചു ഇനി മുതൽ ടാബ്ലറ്റ് ഒന്നും മുന്നേ എടുക്കുന്നുണ്ടായിരുന്നില്ല, ഇനി എന്തായാലും കഴിക്കുന്നില്ല, ഹോസ്പിറ്റലും പോകുന്നില്ല. അന്ന് മുതൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ തൈലം പുരട്ടുന്ന സമയത്ത് എൻ്റെ അനിയത്തിയുടെ കാലിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരിക്കൽ പോലും അവൾ അങ്ങനെ ഒരു വേദനയെപ്പറ്റി പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല, അവൾക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടി. അതേപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പറ്റുന്നവർക്കൊക്കെ പത്രം കൊടുക്കും. ഞങ്ങളുടെ ഇടവകയിലല്ല, കൂടുതലും ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലിലൊക്കെയാണ് കൊണ്ട് കൊടുക്കുക ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ ഞങ്ങൾ ഡയാലിസിസ് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടനുണ്ട്, ആ ചേട്ടനെ സ്ഥിരമായിട്ടൊരു തുക ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്ന രോഗികൾക്കൊക്കെ വരുന്ന സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് വരുന്ന മെസ്സേജുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ, ഒരുപാടൊന്നും ഉണ്ടാവില്ല എന്നാലും ഉള്ളത് വെച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ കാരുണ്യപ്രവർത്തികളിൽ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും, മുന്നേ എനിക്ക് ചൊവ്വാഴ്ചയിൽ ലൈവായിട്ട് കൂടാൻ ഭയങ്കര മടിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അത് കാരണം ഇപ്പം മുതൽ ഞാൻ ലൈവിൽ ഇപ്പോൾ ഒരു 6 മാസത്തിന് മേലെയായിട്ട് ഡെയിലി ലൈവിനായിട്ട് തന്നെയാണ് കൂടുന്നത്. അതിനുശേഷം ലൈവിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഞങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. ഡെയിലി ബ്രെഡ് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. 15-ാം തീയതി രാവിലെ ഫാദർ പറയുണ്ടായി, ഇന്ന് എന്താണോ നിങ്ങൾക്ക് എന്താണോ കാത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എനിക്ക് 15-ാം തീയതിയാണ് വിസ കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വന്നതിന് ശേഷമുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു 1.5 വർഷത്തോളം എനിക്ക് ഒരു തരത്തിലും വിസയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത്
എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നീ പഠിപ്പ് നിർത്തിയോ, ഇനി ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയും ടെൻഷനും, ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് ദേഷ്യമൊക്കെ വരും. എല്ലാ ഒരമ്മച്ചിമാരൊക്കെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഗവൺമെൻറ് റോഡാണ്, ഒരു കോൺക്രീറ്റ് റോഡാണ്. അതിൻ്റെ മുന്നിൽ കൂടെ ഒരമ്മച്ചി രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ചോദിക്കും എന്നാ പോകുന്നില്ലേന്ന്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. എനിക്ക് പള്ളിയിലൊക്കെ പോകാൻ ഭയങ്കര മടിയായി. പള്ളിയിൽ പോയിട്ട് വന്നാൽ തന്നെ ഞാൻ കുർബാന സ്വീകരണം കഴിഞ്ഞ് വാഴ്ത്തലും കഴിഞ്ഞ് ഉടനെ ഇറങ്ങി വീട്ടിലോട്ട് ഓടും. എനിക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് വരണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ളവരെ പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പറഞ്ഞു തന്നു നിനക്കുള്ള ടൈം ആവുമ്പോൾ എല്ലാം ശരിയാവുമെന്ന്. അതേപോലെ ഞാൻ മാതാവിൽ വിശ്വസിച്ചു. എൻ്റെ ടൈം ആവുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് അതേപോലെ ടൈമായി. ഞാൻ പോവാണ്. ജനുവരി ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ പോവാണ് ജർമ്മനിക്ക്. ഇത്രയാണ് എനിക്ക് എൻ്റെ സാക്ഷ്യം. അതുപോലെ ഒരു ദിവസം ഈ വിസയ്ക്ക് വെച്ചതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ സ്വപ്നത്തിൽ ജോസഫ് അച്ഛനെ കണ്ടിരുന്നു. എനിക്ക് അനുഗ്രഹം തരുന്നതായിട്ടാണ്, 2 കൈയും എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹം തരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതുവരെ ഞാൻ മാതാവിനെ ഒന്ന് കാണണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചില്ല. പക്ഷേ അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. തൊട്ട് പിറ്റേ ദിവസം എൻ്റെ മകൾ എന്നോട് കരയുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ വിസ ക്യാൻസലായിപ്പോയി എന്ന്. പക്ഷേ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം, ഞങ്ങളുടെ യോഗ്യതയാൽ ഒരു കാര്യവും നടക്കുകയില്ല എന്നാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന്. കാരണം ഈശോയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ കൃപയോടെ മാത്രമേ എന്തെങ്കിലും സാധിക്കുകയുള്ളൂ എന്ന് അന്ന് മുതൽ എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആ സ്വപ്നത്തെപ്പറ്റി മോളോട് പറഞ്ഞിട്ടില്ല, കാരണം അവൾക്കതൊരു ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് 100% ഉറപ്പായിരുന്നു, അമ്മ ഒരിക്കലും കൈവിടുകയില്ല, ഈശോ വഴി അത് സാധിച്ചു തരുമെന്ന്. ഞങ്ങൾക്ക് ഈശോ വഴി മാതാവ് സാധിച്ചു തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറയുന്നു. പരിശുദ്ധ ദൈവമാതാവിനും ഈശോ മിശിഹായ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആഷ്ലി. ഞങ്ങൾ സ്ഥലം പെരുമ്പാവൂരാണ്. ഞങ്ങൾ UK സെറ്റിൽഡ് ആണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജൽബിൻ. ഞാൻ ഉടമ്പടി എടുക്കുന്ന എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. 2025 ഫെബ്രുവരി 17 ഉടമ്പടി എടുക്കാനുള്ള കാരണം, പ്രഗ്നൻ്റ് ആയിരുന്നപ്പം 5-ാം മാസ സ്കാനിങ്ങിൽ തലയിൽ 2 സിസ്റ്റും പിന്നെ നക്കൽ ഫോൾ തിക്നെസ്സും ഉണ്ടായിരുന്നു. അതൊരു ക്രോമസോമൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ജനറ്റിക് കണ്ടീഷന് ചാൻസ് ഉണ്ടെന്ന് അന്ന് സ്കാൻ ചെയ്തപ്പോൾ സംശയം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ടെൻഷൻ അടിച്ചു. അങ്ങനെ ഞങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മമ്മി വഴിയാണ് ഞാൻ മമ്മി പറഞ്ഞു കൃപാസനം അമ്മയോട് പ്രാർത്ഥിക്കുക. കാരണം മമ്മി 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടുത്തെ പ്രാർത്ഥനകൾ കൂടുകയും വരികയൊക്കെ ചെയ്യുമായിരുന്നു. സാക്ഷ്യം പറയാൻ നേരെ എന്ന് പറഞ്ഞു. അത് പ്രകാരം ഞാൻ നേർന്നു. ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നാൽ ഞാനിവിടെ വന്ന സാക്ഷ്യം പറഞ്ഞേക്കാമേ അമ്മേ എന്ന് നേർന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ സ്കാൻ, ഫീറ്റൽ മെഡിസിൻ്റെ സ്കാനിങ് ലഭിച്ചു. അതിനും ഇതേപോലെ തന്നെ സിസ്റ്റം ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. പ്രത്യാശയോടെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ ഫെബ്രുവരി മാസം 17-ാം തീയതി ഉടമ്പടി എടുത്തു. ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 5:30-ക്കുള്ള ഡെയിലി ബ്രെഡിൽ സ്ഥിരമായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 1 മാസത്തിന് ശേഷം വീണ്ടും ഒരു സ്കാനിങ് ലഭിച്ചപ്പം അതിൽ സിസ്റ്റ് കൂടിയതായിട്ടാണ് കണ്ടത്. സിസ്റ്റ് കുറഞ്ഞു, പക്ഷേ നക്കൽ ഫോൾ തിക്നെസ് എന്ന് പറഞ്ഞ സംഭവം അത് കൂടിയതായിട്ടാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന കൈവിട്ടില്ല. മാതാവിൽ പ്രത്യാശ അർപ്പിച്ചു. എന്തു വന്നാലും മാതാവ് ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് സ്കാനിങ് റിക്വസ്റ്റ് ചെയ്തെങ്കിലും കുഞ്ഞിൻ്റെ ഗ്രോത്ത് എല്ലാം ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് നോർമൽ സ്കാനാണ് ലഭിച്ചത്. ഞങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീറ്റൽ മെഡിസിൻ്റെ സ്കാനിങ് ലഭിച്ചില്ല. അപ്പോൾ എനിക്ക് സംശയമായി കുഞ്ഞിൻ്റെ ഇത് കുറഞ്ഞു. കാരണം ഗ്രോത്ത് വൈസ് കുഞ്ഞ് ഓക്കെയാണ്. അപ്പം എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എല്ലാവർക്കും എന്തെങ്കിലും ഒരു പ്രസൻസ് മാതാവ് കൊടുക്കുന്നുണ്ട്, മാതാവിൻ്റെ പലതരത്തിൽ, അങ്ങനെ എനിക്കും എന്തെങ്കിലും ഒരു സൂചന തരണേ. അങ്ങനെയാണ് എനിക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകാമല്ലോ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ദിവസം
ഒരു ദിവസം രാവിലെ 5:30 ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അത്. അന്നത്തെ അച്ഛൻ്റെ ടോക്കിലും അത് തന്നെയായിരുന്നു വിഷയം. അതിനെക്കുറിച്ചാണ് അച്ഛൻ സംസാരിച്ചതും. അപ്പം തന്നെ എനിക്ക് പെട്ടെന്നൊരു റോസാപ്പൂവിൻ്റെ സ്മെല്ല് അനുഭവപ്പെട്ടു. അതെനിക്ക് ശരിക്കും കരച്ചിൽ വന്നു. ഞാൻ കരഞ്ഞു. എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം എനിക്ക് പേടി തോന്നിയിട്ടില്ല. ഞാൻ പ്രത്യാശയോടെ തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്തു. ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലും. പിന്നെ എല്ലാം അതുപോലെ തന്നെ മുന്നോട്ട് പോയി. ജൂൺ 6 കുഞ്ഞ് ജനിച്ചു. ഞങ്ങളൊരു ഹോസ്പിറ്റലിൻ്റെ ജനറേഷൻ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഒരു റിസർച്ചിൽ പങ്കെടുത്തായിരുന്നു. അതായത് എന്തെങ്കിലും ജനറ്റിക് കണ്ടീഷനോ ക്രോമസോമൽ അപ്നം അങ്ങനെ എന്തെങ്കിലും 200 ടൈപ്പ് അസുഖങ്ങൾ കുഞ്ഞിന് ഉണ്ടോ എന്നുള്ള സ്റ്റഡി ഞങ്ങൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്താണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കുഞ്ഞ് ജനിച്ച് 3 മാസത്തിന് ശേഷം വന്നു. ഒരു കുഴപ്പവുമില്ല, നോർമൽ ബേബി, ഒരു അസുഖവുമില്ല എൻ്റെ കുഞ്ഞിന്, അങ്ങനത്തെ ഒരു അസുഖമില്ല എന്നുള്ള റിസൾട്ടാണ് ഞങ്ങൾക്ക് വന്നത്. ഞങ്ങൾക്കിത് കേട്ടപ്പോൾ ഭയങ്കര ആശ്വാസമായി. ഞങ്ങൾക്കിങ്ങനെ സാധിച്ചു തന്നതിന് പരിശുദ്ധ ദേവമാതാവിന് ഒരുപാട് നന്ദി. ഈശോമിശിഹായ്ക്കും നന്ദി. അല്ലാതെ എനിക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്കും ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. പ്രഗ്നൻസി ഫുൾ എനിക്ക് ബാക്ക് പെയിനും റെസ്റ്റും കാര്യങ്ങളും ആയിരുന്നു. പക്ഷേ അതൊക്കെ എൻ്റെ മാതാവ് എനിക്ക് മാറ്റിത്തന്നു. ഒരുപാട് നന്ദി. കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ പുറത്തായതുകൊണ്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഹെൽപ്പ് ആവശ്യമുള്ള അക്കൗണ്ടിലേക്കൊക്കെ അങ്ങനെ പൈസയൊക്കെ അയക്കുമായിരുന്നു. പിന്നെ അതൊരു സ്ഥാപനത്തിലേക്ക് നിശ്ചിത എമൗണ്ട് എല്ലാ മാസവും 2 സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ അയക്കാറുണ്ട്. പിന്നെ പത്രവിതരണം, മമ്മി പത്രം അയച്ചു തന്നായിരുന്നു. അത് വിതരണം ഉണ്ടായിരുന്നു. പിന്നെ കൃപാസനത്തെക്കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തു. എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ വലിയ താല്പര്യമൊന്നും കുറവായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത ശേഷം അതിനൊക്കെ ഒരു മാറ്റം വന്നതായിട്ടാണ്. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന പിന്നെ മുടക്കിയിട്ടില്ല, എല്ലാ ദിവസവും ചെല്ലും. മാതാവിനും ഈശോമിശിഹായ്ക്കും 1000 നന്ദി.